നമസ്കാരം. ഈ മണിക്കൂർ വരെയുള്ള സമഗ്രമായ വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തെരുവുനായ പ്രശ്നത്തിൽ ദേശീയ നയം രൂപീകരിക്കേണ്ടതിന്റെ അനിവാര്യത ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി. സംസ്ഥാനങ്ങളിലെ കേസുകൾ ഒന്നിച്ചാക്കാൻ നിർദ്ദേശം. എല്ലാ നായ്ക്കളെയും പിടികൂടി സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന ഉത്തരവ് തിരുത്തി. വന്ധ്യംകരണത്തിനും പ്രതിരോധ കുത്തിവയ്പ്പിനും ശേഷം തുറന്നുവിടാമെന്ന് നിർദ്ദേശം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം തള്ളി കോൺഗ്രസ്. പ്രതിഷേധം ശക്തം. ആരോപണങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ച് KPCC. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനായുള്ള ചർച്ചകൾ സജീവം. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതിയിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ 13,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. അമിത്ഷാ കൊച്ചിയിൽ. BJP സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജൻ, കരൺ ഡാപ്പർ എന്നിവരുടെ അറസ്റ്റ് തടഞ്ഞ് സുപ്രീം കോടതി. സെപ്റ്റംബർ 15 ഹർജി വീണ്ടും പരിഗണിക്കും. അതുവരെ അറസ്റ്റോ മറ്റ് നടപടികളോ ഉണ്ടാകരുതെന്ന് നിർദ്ദേശം. സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനം. 2 ഗഡു ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും. 1679 കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനത്ത് വീണ്ടും ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗബാധ. മലപ്പുറം ചേലമ്പ്രം സ്വദേശിയായ 47-കാരൻ. തെരുവുനായ പ്രശ്നത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച്. എല്ലാ നായ്ക്കളെയും പിടികൂടി സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന മുൻ ഉത്തരവ് തിരുത്തി. നായ്ക്കളെ പിടികൂടി വന്ധ്യംകരണത്തിനും പ്രതിരോധ കുത്തിവയ്പ്പിനും ശേഷം തുറന്നുവിടാമെന്ന ഉത്തരവ്. വിഷയത്തിൽ ദേശീയ നയം രൂപീകരിക്കുന്ന ഭാഗമായി എല്ലാ കോടതികളിലെയും കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റാനും നിർദ്ദേശം. ഈ മാസം 11-നാണ് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ മുഴുവൻ തെരുവ് നായ്ക്കളെയും സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. രാജ്യത്താകമാനം ഈ രീതി തുടരണമെന്ന സ്ഥിതി വന്നതോടെ രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഇതോടെയാണ് മുൻ ഉത്തരവ് തിരുത്തി 3-അംഗ ബെഞ്ചിന്റെ പുതിയ ഉത്തരവ് വന്നത്. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മഹത്, NV അഞ്ചാരിയ എന്നിവരുടെ ബെഞ്ചാണ് നായ്ക്കളെ പിടികൂടി വന്ധീകരണത്തിനും പ്രതിരോധ കുത്തിവയ്പ്പിന് ശേഷം തുറന്നുവിടാമെന്നും ഉത്തരവ് ഇറക്കിയത്. അതേസമയം ആക്രമണ സ്വഭാവമുള്ള നായ്ക്കളെ തുറന്നുവിടരുതെന്നും നിർദ്ദേശമുണ്ട്. പൊതുയിടങ്ങളിൽ ഭക്ഷണം നൽകുന്ന രീതി അവസാനിപ്പിക്കണമെന്നും നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്ന പ്രത്യേക സ്ഥലം കണ്ടെത്തണമെന്നും ബന്ധപ്പെട്ട അധികാരികൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വ്യതിചലനം ഉണ്ടായാൽ നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് തെരുവിലൂടെ നടക്കുവാനുള്ള ബുദ്ധിമുട്ട് കൂടി പരിഗണിച്ചാണ് ഇത്തരമൊരു നിർദ്ദേശം കോടതി നൽകിയിട്ടുള്ളത്. നായ്ക്കളുമായി ബന്ധപ്പെട്ട വിവിധ സംസ്ഥാനങ്ങളിലുള്ള കേസുകൾ ഒന്നിച്ചാക്കാൻ നിർദ്ദേശമുണ്ട്. ഹൈക്കോടതിയിലുള്ള കേസുകൾ സുപ്രീം കോടതിയായിരിക്കും പരിഗണിക്കുക. ദേശീയ നയം രൂപീകരിക്കുന്ന ഭാഗമായാണ് കേസുകൾ ഒന്നിച്ചാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. തെരുവ് നായ്ക്കളെ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റുവാനുള്ള സുപ്രീം കോടതി നിർദ്ദേശത്തിന് പിന്നാലെ ഡൽഹിയിൽ നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡൽഹി മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായതും. തെരുവ് നായ്ക്കൾക്കെതിരായ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഗുജറാത്ത് സ്വദേശിയായ രാജേഷ് മുഖ്യമന്ത്രിയെ ആക്രമിച്ചതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ അന്വേഷണത്തിന് പ്രത്യേക സമിതിയെ നിയോഗിക്കാൻ KPCC തീരുമാനം. അതേസമയം രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം ഉറച്ചു നിൽക്കുന്നു. ഇതിനിടെ രാഹുലിനെ പിന്തുണച്ചും പരാതിക്കാരെ ആക്ഷേപിച്ചും VK ശ്രീകണ്ഠൻ MP നടത്തിയ പരാമർശം വിവാദത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നതോടെ വിശദമായ അന്വേഷണത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. ഇതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കാൻ KPCC തീരുമാനിച്ചു. സമിതിയിലെ അംഗങ്ങളെ ഉടൻ തീരുമാനിക്കും. ആരോപണങ്ങളുടെ സത്യാവസ്ഥയും പരാതികളിലെ വ്യക്തതയും അന്വേഷിക്കും. അതേസമയം രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. ധാർമ്മികതയുടെ പേരിൽ സംഘടനാ ചുമതലയിൽ നിന്ന് മാറി നിൽക്കണമെന്ന നിലപാടാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇതിനിടെ രാഹുലിനെ പിന്തുണച്ചും പരാതി നൽകിയവരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കടന്നാക്രമിച്ചും ഒരു വിഭാഗം രംഗത്തുണ്ട്. പരാതി നൽകിയ സ്ത്രീകൾക്കെതിരെ സൈബർ ആക്രമണം ശക്തമാകുമ്പോൾ തന്നെ പാലക്കാട് MP VK ശ്രീകണ്ഠൻ നടത്തിയ പരാമർശവും വിവാദമായി. പരാതി ഉന്നയിച്ചവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്നും
അല്പവസ്ത്രധാരികളായി മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതല്ലേ എന്നുമുള്ള VK ശ്രീകണ്ഠന്റെ പരാമർശം വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. പ്രസ്താവന വിവാദമായതോടെ അത് തിരുത്തി VK ശ്രീകണ്ഠൻ രംഗത്ത് വരികയും ചെയ്തു. ഇതിനിടെ പാർട്ടിക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് അടക്കം വലിയൊരു വിഭാഗം ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്തുണ്ട്. പാലക്കാട് രാഹുലിന് സീറ്റ് നൽകേണ്ടതില്ല എന്ന ധാരണയും നേതാക്കൾക്കിടയിലുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അപമാനമാണെന്ന് മന്ത്രി V ശിവൻകുട്ടി. രാഹുൽ അഹങ്കാരത്തിലും ധിക്കാരത്തിലും മാസ്റ്റർ ഡിഗ്രി എടുത്ത വ്യക്തിയാണ്. രാഹുലിനോട് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടേണ്ടത് KPCC പ്രസിഡന്റാണ്. മിണ്ടാതിരിക്കുന്ന കാലത്തോളം ഷാഫി പറമ്പിലിനെയും ആളുകൾ സംശയിക്കുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, ഓരോ ദിവസവും ഓരോ ടൈപ്പ് രീതി, ഓരോ ടൈപ്പ് പരാതി വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പരാതി പറയുന്നത് പത്രക്കാരല്ലല്ലോ, ഇരകളാണല്ലോ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനധികം പറഞ്ഞ് ട്യൂഷൻ പഠിപ്പിച്ചവർ പോലും പറയല്ലേ. രാഹുൽ രാജിവെക്കണമെന്നും അതിന് തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ആ തീരുമാനമെടുക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. ശോഭാ സുരേന്ദ്രന്റെയും B ഗോപാലകൃഷ്ണന്റെയും പ്രതികരണത്തിലേക്ക്. ലജ്ജിക്കുകയാണ്, വേദനിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ ആ വ്യക്തിയെ മാറ്റി നിർത്താനുള്ള ആർജവം ആ പ്രസ്ഥാനത്തിന് ഉണ്ടാകേണ്ടിയിരുന്നു. അതുണ്ടായിട്ടില്ല. ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുന്നു, തിരിച്ചു മെസ്സേജ് അയക്കുന്നു. ഇതിന് എന്താണ് നടപടി സ്വീകരിക്കേണ്ടത് എന്ന് എനിക്കറിയാമെന്നും ആ നടപടി സ്വീകരിച്ചുവെന്നുമാണ് പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VD സതീശൻ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ഒരു പുതിയ പേര് ലഭിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് അർഹതപ്പെട്ടത് സ്വാഭാവികമായിട്ട് ലഭിക്കും, ചില ആൾക്കാർ ചോദിച്ചു മേടിക്കും. അങ്ങനെ അയാൾക്ക് അർഹതപ്പെട്ടത് അയാൾ ചോദിച്ചു മേടിച്ചു. ഇന്നത്തെ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളയാളാവണം. BJP സംസ്ഥാന നേതൃയോഗം എറണാകുളത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. പാലാരിവട്ടത്ത് നടക്കുന്ന പരിപാടിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷത വഹിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശന ലക്ഷ്യം. വിവരങ്ങളുമായി ശ്രീജിത്ത് നായർ ഉണ്ട് കൊച്ചിയിൽ നിന്നും. ശ്രീജിത്ത്, ഈ യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെ കാര്യങ്ങൾ പ്രധാന ചർച്ച? അശ്വതി, BJP സംസ്ഥാന നേതൃയോഗം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ സംസാരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് ഇത് കവർ ചെയ്യുന്നതിന് വിലക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി കുറച്ച് ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം മാധ്യമങ്ങളെ ഒഴിവാക്കിയിരുന്നു. അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കോർ കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് നടക്കുന്നത്. ഇപ്പോൾ അത് തുടരുകയാണ്. ഈ യോഗത്തിന് ശേഷം അമിത്ഷാ മറ്റു പരിപാടികളില്ലാതെ തിരിച്ച് മടങ്ങും. എന്തായാലും നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ നിലവിലുള്ള ഒരു ചിത്രം പരസ്പരം ചർച്ച ചെയ്യാൻ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട ഒരു മികച്ച വിജയത്തിലേക്ക് BJPയെ അടുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മുതിർന്ന നേതാക്കളും കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, B മുരളീധരൻ, K സുരേന്ദ്രൻ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനമേറ്റതിനു ശേഷം നടത്തുന്ന ഒരു യോഗം കൂടിയാണ് ഇത്. ഇത്തരത്തിലൊരു യോഗം ഇതിനു മുമ്പ് കേന്ദ്ര നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ അറിയിക്കുക എന്നുകൂടിയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിന്റെ തുടർച്ചയായി തന്നെ ശനിയാഴ്ച രാവിലെ തൃശ്ശൂരിൽ BJP സംസ്ഥാന ശില്പശാലയും നടക്കുന്നുണ്ട്. എന്തായാലും ഈ യോഗത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ ആഭ്യന്തരമന്ത്രി മടങ്ങും. അശ്വതി, BJP സംസ്ഥാന നേതൃയോഗം എറണാകുളത്ത് അല്പസമയത്തിനകം ആരംഭിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഉദ്ഘാടനം ചെയ്യുക. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും ശ്രീജിത്ത് നായർ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മുതിർന്ന മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജൻ, കരൺ ദാപ്പർ എന്നിവരുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. ജസ്റ്റിസ് സൂര്യകാന്ത്, ജോയി മല്യ ബാഗ്ചി എന്നിവർ അടങ്ങിയ 2-അംഗ ബെഞ്ചിന്റെയാണ് നടപടി. സെപ്റ്റംബർ 15-ന് ഹർജി വീണ്ടും പരിഗണിക്കും. അതുവരെ അറസ്റ്റോ മറ്റു നടപടികൾ ഉണ്ടാകരുത് എന്നുള്ളതാണ് നിർദ്ദേശം. അന്വേഷണത്തോട് സഹകരിക്കാൻ 2 പേർക്കും കോടതി നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസമാണ് ഇരുവർക്കും അസം പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത്. സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും. നാളെ മുതൽ ലഭിച്ചു തുടങ്ങും. ഇതിനായി 1679 കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന്
3200 രൂപ വീതം ലഭിക്കുന്നത്. ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് അനുവദിച്ചത്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. ഇതോടുകൂടി ഇനി ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഒരു ഗഡു മാത്രമാണ് ബാക്കിയുള്ളത്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം ചേലാമ്പ്ര സ്വദേശിയായ 47-കാരനാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 5 ആയി. പനി ബാധിച്ച് കഴിഞ്ഞ 20 ദിവസമായി മലപ്പുറം ചേലേമ്പ്ര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ നടത്തിയ CSF പരിശോധനയിലാണ് ചേലേമ്പ്ര സ്വദേശിക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ പ്രദേശത്തെ 80 വാർഡുകളിൽ ആരോഗ്യവകുപ്പ് അധികൃതർ ക്ലോറിനേഷൻ നടത്തി. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കഴിഞ്ഞയാഴ്ച മരിച്ച താമരശ്ശേരിയിലെ 9 വയസ്സുകാരുടെ സഹോദരനും കഴിഞ്ഞ ദിവസം നടത്തിയ രണ്ടാമത്തെ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നു. കുട്ടിയുടെ ആദ്യത്തെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരുന്നുവെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ വൈറോളജി ലാബിൽ സ്രവ പരിശോധന നടത്തുകയായിരുന്നു. 2 പേർക്ക് പുറമെ മലപ്പുറം ചേളാരിയിലെ 11-കാരൻ, കോഴിക്കോട് അന്നശ്ശേരിയിലെ 38-കാരൻ, 3 മാസം പ്രായമുള്ള കുഞ്ഞ് എന്നിവരും രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നുണ്ട്. 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇതോടെ മലബാറിലെ 3 ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ പ്രവർത്തനം ശക്തമാക്കി. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊല്ലം ജില്ലയിൽ പകർച്ചവ്യാധികൾ പടരുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ജില്ലയിൽ പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 7 ആയി. ജില്ലയിലെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ സ്ഥിതി ഗുരുതരമായി തുടരുമ്പോഴും പ്രതിരോധ നടപടികൾ കാര്യക്ഷമമായി നടക്കുന്നുമില്ല. എലിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങി പകർച്ചവ്യാധികൾ എല്ലാം ഇപ്പോൾ കൊല്ലത്തെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. ജില്ലയുടെ കിഴക്കൻ മേഖലകളിലാണ് പകർച്ചവ്യാധികൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ നഗരപരിധിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. പ്രായമായവരിലും കുട്ടികളിലും പനി മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടുതലാണ്. വിട്ടുമാറാത്ത ചുമയും തളർച്ചയും ശരീരം മുഴുവനായുള്ള വേദനയുമാണ് പലരെയും അലട്ടുന്നത്. സ്കൂൾ കുട്ടികളുടെ ഇടയിലും പകർച്ചവ്യാധികൾ കൂടി വരുന്നതോടെ ക്ലാസുകൾക്ക് അവധി നൽകേണ്ട അവസ്ഥ വരെ ഉണ്ടായി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പനി ബാധിച്ചു ചികിത്സ തേടിയത് 4000-ഓളം രോഗികളാണ്. പരിശോധനകളിൽ ഡെങ്കിപ്പനി ബാധിച്ചാണ് ഇതിൽ കൂടുതൽ പേരും ആശുപത്രികളിൽ എത്തിയതെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി. എലിപ്പനി ബാധിതരുടെ എണ്ണത്തിലും മുൻപുണ്ടായതിലും വർധനവുണ്ടായിട്ടുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ഏറെ കാരണമാകുന്ന എലിപ്പനി മൂലമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരണങ്ങൾ ഉണ്ടായതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പകർച്ചവ്യാധികൾ പിടിപെട്ട സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ചികിത്സ തേടുന്നവരുടെ കണക്കുകൾ മാത്രമേ ആരോഗ്യവകുപ്പിന്റെ കൈവശമുള്ളൂ. സ്വകാര്യ ആശുപത്രികളിലും പനി ബാധിച്ചെത്തുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. പലരും സ്വയം ചികിത്സയിലൂടെ പനി കുറയുമെന്ന ധാരണയിൽ ചികിത്സ തേടാറുമില്ല. ജില്ലയിൽ ആരോഗ്യമേഖലയിൽ സ്ഥിതി ഗുരുതരമായി തുടരുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്ന പരാതികൾ ഉയരുന്നു. ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടുന്ന ആരോഗ്യവകുപ്പിന് ഇതിലൊന്നും മറുപടി പറയാൻ പോലും സമയമില്ല. പകർച്ചവ്യാധികൾ മരണക്കണക്കുകൾ ഉയർത്തുമ്പോഴും മീറ്റിംഗുകൾക്കായി മാത്രമാണ് ജില്ലാ ആരോഗ്യവകുപ്പും ജീവനക്കാരും സമയം ചിലവഴിക്കുന്നത്. പൊതുജനങ്ങൾക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനോ പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനോ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് കൃത്യമായി കഴിയുന്നില്ല. അമൃത ന്യൂസ്, കൊല്ലം. കോട്ടയം CMS കോളേജ് തെരഞ്ഞെടുപ്പിൽ KSUവിന് വിജയം. 15-ൽ 14 സീറ്റും നേടിയാണ് KSU വിജയിച്ചത്. 32 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ KSU യൂണിയൻ പിടിച്ചെടുത്തത്. ഇന്നലെ കോളേജിൽ നടന്ന സംഘർഷത്തിന് പിന്നാലെയാണ് പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം ഫലം പ്രഖ്യാപിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിയത്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയാണ് KSU SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. തുടർന്ന് പോലീസിന്റെയും ഇരുവിഭാഗത്തിന്റെയും നേതാക്കളുടെയും കർശനമായ ഇടപെടലിനെ തുടർന്ന് രംഗം ശാന്തമാക്കി. വിദ്യാർത്ഥികൾക്ക് പുറമെ പുറത്തുനിന്നും ഇരു കൂട്ടരുടെയും 100 കണക്കിന് ആളുകൾ കൂടി എത്തിയതോടെ കൂടുതൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിലാണ് മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഫലം പ്രഖ്യാപിക്കുന്നത് മാറ്റിവെച്ചത്. മണിക്കൂറുകൾ നീണ്ട സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലായിരുന്നു നിലനിന്നിരുന്നത്. ബീഹാറിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനും RJDക്കും എതിരെ രൂക്ഷ വിമർശനമുയർത്തി. RJDയുടെ ഭരണത്തിന് കീഴിൽ മുഴുവൻ ഇരുട്ടിലായിരുന്നു ബീഹാർ. അതിന് മാറ്റം വന്നത് ഇപ്പോഴാണെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസവും തൊഴിലുമില്ലാതെ വലിയ പ്രതിസന്ധിയിലായിരുന്നു ബീഹാറിലെ ജനങ്ങൾക്കെതിരെ കോൺഗ്രസ് നിലപാടെടുത്തപ്പോൾ RJD ഉറക്കത്തിലായിരുന്നു. ബീഹാറിലെ യാത്രയ്ക്ക് വേണ്ടി BJP ജോലി ചെയ്തു. അതുകൊണ്ടാണ് അവർ NDA സഖ്യത്തെ ബഹുമാനിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ये सेवा काल निरंतर जारी है.
इतने वर्षों में हमारी सरकार पर भ्रष्टाचार का एक भी दाग नहीं लगा। വാഴൂർ സോമൻ MLA-ക്ക് നാടിന്റെ ആദരാഞ്ജലി. വൈകിട്ട് 4 മണിക്ക് പഴയ പമ്പനാറിലുള്ള SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപം സംസ്കാര ചടങ്ങുകൾ നടക്കും. വിവരങ്ങൾ നൽകാൻ ഇടുക്കിയിൽ നിന്നും ബോബനുണ്ട്. ബോബൻ, ഈ പൊതുദർശനം എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം വൈകിട്ടാണല്ലോ സംസ്കാര ചടങ്ങുകൾ. വാഴൂർ സോമൻ MLA-യുടെ മൃതദേഹം ഇന്ന് പുലർച്ചെയാണ് വണ്ടിപ്പെരിയാറിലെ വീട്ടിലെത്തിച്ചത്. രാവിലെ 10:30 വരെ ഇവിടെ പൊതുദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 11 മണിയോടുകൂടി വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിലേക്ക് പൊതുദർശനം ആരംഭിക്കും. ഇപ്പോഴും നൂറുകണക്കിന് ആളുകളാണ് മൃതദേഹം കാണുന്നതിന് വേണ്ടി വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 5 പതിറ്റാണ്ട് തോട്ടം മേഖലയിൽ പ്രവർത്തിച്ച നേതാവായിരുന്നു വാഴൂർ സോമൻ. അതുകൊണ്ട് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ സമൂഹത്തിന്റെ നാനാതുറയിലുള്ള ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്രി K. രാജൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ തുടങ്ങി CPI പ്രധാനപ്പെട്ട നേതാക്കന്മാരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ LDF-ന്റെയും അതുപോലെ UDF-ന്റെയും ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഈ വാഴൂർ സോമന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. വൈകിട്ട് 3:30 വരെയാണ് ഇവിടെ പൊതുദർശനം അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് 4 മണിക്ക് പഴയ പാമ്പനാറിൽ CPI നേതാവായിരുന്ന SK ആനന്ദന്റെ സ്മൃതി മണ്ഡപത്തിന് സമീപം സംസ്കാര ചടങ്ങുകൾ നടക്കും. സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരി, വിവരങ്ങളാണ് ഇടുക്കിയിൽ നിന്നും ബോബൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. സ്കൂൾ അവധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. നല്ല ചൂടുള്ള മെയ് മാസവും മഴയുള്ള ജൂൺ മാസവും ചേർത്ത് കുട്ടികൾക്ക് ലീവ് കൊടുക്കുന്നതാണ് നല്ലതെന്ന് കാന്തപുരം കോഴിക്കോട് പറഞ്ഞു. എല്ലാം ആലോചിച്ച് ചെയ്യുന്നതിലൂടെ തർക്കവും സമരവും ഒഴിവാക്കാം. സമയം ചുരുക്കാൻ ഏറ്റവും നല്ലത് വർഷത്തിൽ നടക്കുന്ന 3 പരീക്ഷ 2ആക്കി ചുരുക്കാമെന്നും കാന്തപുരം കൂട്ടിച്ചേർത്തു. സ്കൂളിന് സമയം വർദ്ധിപ്പിക്കണമെന്നും വേണ്ട എന്നുമുള്ള ഒരു തർക്കം. മറ്റൊന്ന്, ലീവ് കൊടുക്കുന്നത് 2 മാസം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മാറ്റി കൊടുക്കാമെന്നൊരഭിപ്രായം ബഹുമാനപ്പെട്ട മന്ത്രി അവർ പറഞ്ഞപ്പോൾ അത് എതിർക്കുന്ന കുറേ കൂട്ടുകൾ. എനിക്ക് അതിൽ പറയാനുള്ളത്, ചൂട് വർദ്ധിച്ച മാസമാണ് മെയ് മാസം. അതുകൊണ്ട് ആ ചൂടിൽ നിന്ന് 2 മാസത്തിൽ നിന്ന് 1 മാസമായ മെയ് എടുക്കുകയും മഴ ഏറ്റവും വർദ്ധിക്കുന്ന കാലമാണ് ജൂൺ. ആ ജൂൺ മാസം കൂട്ടിച്ചേർത്ത് അങ്ങനെ 2 മാസമായാൽ തണുപ്പ് മഴ വർദ്ധിച്ച കാലത്തിൽ നിന്നും ചൂട് വർദ്ധിച്ച കാലത്തിൽ നിന്നും. സ്കൂൾ അവധി ചർച്ചയും സമയമാറ്റവും പഠിക്കാൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്താമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. വിദ്യാഭ്യാസ രംഗത്ത് എന്ത് മാറ്റം കൊണ്ടുവന്നാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവരോട് കൂടി ആലോചിച്ച ശേഷമേ നടപ്പാക്കൂ. കോഴിക്കോട് മർക്കസ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും സയൻസ് ലബോറട്ടറിയും ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗവൺമെന്റ്, എയ്ഡഡ് മാനേജ്മെന്റ്, അൺഎയ്ഡഡ് മാനേജ്മെന്റ്, ഇത് 3ഉം കൂടെ ചേരുന്നതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗമെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ് സ്കൂളുകളിലെ കുട്ടികളോട് പ്രത്യേക സ്നേഹം, അൺഎയ്ഡഡ് സ്കൂളിലെ കുട്ടികളോട് സ്നേഹക്കുറവ്, അതില്ല. എല്ലാവരോടും തുല്യ സ്നേഹവും തുല്യ പരിഗണനയുമാണ് കേരള ഗവൺമെൻറ് ഉള്ളതാണ്. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയ കേസിൽ മാധ്യമ വാർത്തകൾ തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. സുവിശേഷകനായ K. പോളാണ് ചർച്ചകൾക്കായി 3 ദിവസത്തേക്ക് വാർത്തകൾ വിലക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. ഈ മാസം 24-നോ 25-നോ നിമിഷയുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന് K. പോൾ കോടതിയിൽ പറഞ്ഞു. യമനിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഹർജിയിൽ പറയുന്നു. ഹർജിയിൽ കോടതി നോട്ടീസ് അയച്ചു. നിമിഷപ്രിയയെ സംരക്ഷിക്കാൻ അവരുടെ അമ്മയുണ്ടെന്ന് കോടതി പറഞ്ഞു. നിങ്ങൾ എന്തിന് ആശങ്കപ്പെടുന്നുവെന്ന് പോളിനോട് സുപ്രീം കോടതി ചോദിച്ചു. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി. മലപ്പുറം ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ സ്ഥിര നിക്ഷേപം തട്ടിയെടുത്ത സെക്രട്ടറി ഉൾപ്പെടെ 3 ജീവനക്കാർ അറസ്റ്റിലായി. 1 ജീവനക്കാരൻ വിദേശത്തേക്ക് കടന്നു. ലീഗ് ഭരിക്കുന്ന ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിലാണ് തട്ടിപ്പ്. 2 നിക്ഷേപകരുടെ 27.52 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. ബാങ്ക് സെക്രട്ടറി അൻവർ, ജീവനക്കാരായ അലി അക്ബർ, സ്വാലിഹ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 1-ാം പ്രതി ബാങ്ക് ജീവനക്കാരൻ അബ്ദുൾ സലാമാണ് വിദേശത്തേക്ക് കടന്നത്.
കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണയും തമ്മിൽ നടു റോഡിൽ തർക്കം. ഇന്നലെ രാത്രി 12 മണിയോടെ തിരുവനന്തപുരം ശാസ്തമംഗലത്തായിരുന്നു സംഭവം. വാഹനം മാറ്റുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. തർക്കത്തെ തുടർന്ന് ഇരുവരും മ്യൂസിയം പോലീസിൽ പരാതി നൽകി. മാധവ് സുരേഷ് മദ്യപിച്ചിരുന്നതായി സംശയമുണ്ടെന്ന് അഡ്വക്കേറ്റ് DV വിനോദ് കൃഷ്ണ പറഞ്ഞു. എന്നാൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മാധവ് സുരേഷ് മദ്യപിച്ചിട്ടില്ല എന്ന് വ്യക്തമായി. ഇതോടെ ഇരുവരും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. പ്രശ്നം പരിഹരിച്ച് രാത്രിയോടെ ഇരുവരെയും പറഞ്ഞുവിട്ടതായി മ്യൂസിയം പോലീസ് അറിയിച്ചു. പാലക്കാട് മുതലമടയിൽ ആദിവാസി മധ്യവയസ്കനെ മുറിയിൽ അടച്ചിട്ട് പട്ടിണിക്കിട്ട് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. മുതലമട മൂജക്കുണ്ട് ചമ്പക്കുഴിയിൽ താമസിക്കുന്ന വെള്ളയനാണ് മർദ്ദനമേറ്റത്. മുതലമട ഊർക്കുളം വനമേഖലയിൽ ഫാം സ്റ്റേയിലെ ജീവനക്കാരനാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പരാതി. പട്ടിണി കിടന്നതിനെ തുടർന്ന് ക്ഷീണിതനായ വെള്ളയനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6 ദിവസത്തോളം യുവാവിനെ അടച്ചിട്ട മുറിയിൽ പട്ടിണിക്കിട്ടുവെന്നാണ് പരാതി. ഇന്നലെ രാത്രി മുതലമട പഞ്ചായത്ത് മെമ്പർ കൽപ്പനാദേവിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും പോലീസും ചേർന്നാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത അതിജീവിതർക്കായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുങ്ങുന്ന ടൗൺഷിപ്പ് പദ്ധതിയിൽ 3 വീടുകളുടെ വാർപ്പ് പൂർത്തിയായി. മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിനു പിന്നാലെ അതിവേഗമാണ് വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 410 വീടുകളാണ് ടൗൺഷിപ്പ് പദ്ധതിയിൽ നിർമ്മിക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലും 5 സോണുകളിലായി 410 വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ്. ആദ്യ സോണിൽ 140, രണ്ടാം സോണിൽ 51, മൂന്നാം സോണിൽ 55, നാലാം സോണിൽ 51, അഞ്ചാം സോണിൽ 113 വീടുകൾ എന്നിങ്ങനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 252 വീടുകൾ നിർമ്മിക്കുന്നതിനായി ക്ലിയറിംഗ് ആൻഡ് ഗ്രംബിൻ പ്രവൃത്തി പൂർത്തിയായി. 103 വീടുകളുടെ മണ്ണിൻ്റെ ഘടന പരിശോധിക്കുന്നതും 51 വീടുകളുടെ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് പ്രവൃത്തിയും പൂർത്തിയായി. 187 വീടുകൾക്ക് 7 സെന്റ് വീതിയുള്ള ഭൂമിയിലേക്ക് അതിരുകളും നിശ്ചയിച്ചു. 105 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിയ മാതൃകാ വീട് ഗുണഭോക്താക്കൾക്ക് കാണുന്നതിനായി സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഡിസംബർ 31-നകം ടൗൺഷിപ്പിലെ മുഴുവൻ വീടുകളുടെയും നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനമാണ് നിലവിൽ നടക്കുന്നത്. അമൃത ന്യൂസ്, വയനാട്. KSRTC പുതിയ ബസ്സുകൾ പുറത്തിറങ്ങുന്നതിന്റെ ഭാഗമായി ഇന്നു മുതൽ 24-ാം തീയതി വരെ നടക്കുന്ന ട്രാൻസ്പോ 2025 വാഹന പ്രദർശന മേളയ്ക്ക് തുടക്കം. തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ട്രാൻസ്പോ 2025ന്റെ ഉദ്ഘാടനം ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VK പ്രശാന്ത് MLA, ഗതാഗത കമ്മീഷണർ നാഗരാജു, KSRTC CMD PS പ്രമോദ് ശങ്കർ എന്നിവർ പങ്കെടുത്തു. സെപ്റ്റംബർ 1 മുതൽ KSRTCയുടെ പുതിയ വാഹനങ്ങളെല്ലാം സർവീസ് ആരംഭിക്കും. വർഷങ്ങളായി മലിനമായി കിടന്നിരുന്ന തൃശൂർ മനക്കുടി കിഴക്കുംപുറത്തെ വക്കീൽക്കുളം പുനർനിർമ്മിച്ചു. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുളം നന്നാക്കണമെന്നുള്ളത് വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യമായിരുന്നു. കുളത്തിൽ മത്സ്യകൃഷി നടത്താനും പഞ്ചായത്ത് അനുമതി നൽകി. മനക്കുടി പ്രദേശത്തെ പ്രധാന മാലിന്യ കേന്ദ്രമായി മാറിയിരിക്കുകയായിരുന്നു വക്കീൽക്കുളം എന്നറിയപ്പെടുന്ന ജലസ്രോതസ്. നിരവധി തവണ വാർത്തകളിൽ നിറഞ്ഞിരുന്ന കുളം സംരക്ഷണം നീണ്ടുപോവുകയായിരുന്നു. ഒടുവിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പഞ്ചായത്ത് കുളം നവീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷനായി. കുളത്തിൽ കൃഷി ചെയ്യാനായി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന ചടങ്ങും നടന്നു. കാലങ്ങളായിട്ട് മാലിന്യം കൊണ്ടുവന്ന് തള്ളിയിരുന്ന ഒരു കുളമായിരുന്നു ഈ വക്കീൽ കുളം. ഈ കുളം സംരക്ഷിക്കുക എന്നത് ഇവിടുത്തെ നിരന്തര ആവശ്യമായിരുന്നു. പല തവണ ഇതിന് ശ്രമിച്ചിട്ടും നടക്കാതെ പോയൊരു കാര്യമാണ്. ഇതിലെ കാലങ്ങളായി കിടക്കുന്ന മാലിന്യമായിരുന്നു പ്രശ്നം. എന്നാൽ ഈ ഭരണസമിതി വലിയ ഒരു ഇടപെടലിലൂടെ ആ മാലിന്യം മാറ്റുകയും അതോടൊപ്പം തന്നെ ജലം സംരക്ഷണം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിലെ 2 യുവാക്കൾക്ക് സ്വയം തൊഴിൽ എന്ന നിലയ്ക്ക് മത്സ്യം വളർത്തുന്നുള്ള ഒരു പദ്ധതിക്കായി കുളം വിട്ടു നൽകുകയും ചെയ്തു. പലവിധ മാലിന്യങ്ങൾ ഈ കുളത്തിൽ പലരും കൊണ്ടിടുന്നത് പതിവായിരുന്നു. വൃത്തിഹീനമായി കിടന്ന കുളത്തിലെ വസ്തുക്കളെല്ലാം നീക്കം ചെയ്ത് കുളം ശുദ്ധീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. കുളത്തിന്റെ അരികുറപ്പിച്ചു. മതിലിൽ ഗ്രിൽ സ്ഥാപിച്ച കുളത്തിലേക്ക് മാലിന്യം എറിയുന്നത് തടയാൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. 3 ലക്ഷം രൂപയ്ക്ക് പുനർനിർമ്മിച്ച 12 സെന്റിലുള്ള കുളം പ്രദേശവാസികളായ സനിൽ, സബിൻ എന്നിവർക്ക് മത്സ്യകൃഷി നടത്താനായി പഞ്ചായത്ത് വിട്ടു നൽകി. ഇതിലൂടെ യുവാക്കൾക്ക് തൊഴിലും പഞ്ചായത്ത് കുളത്തിന് സംരക്ഷണവും സാധ്യമാകും. അമൃത ന്യൂസ്, തൃശൂർ.
ആലപ്പുഴ തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ റംലത്ത് മരിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ഒറ്റപ്പന ജുമാ മസ്ജിദ് ജീവനക്കാരൻ മണ്ണഞ്ചേരി അമ്പനാകുളങ്ങര പുത്തൻ വീട്ടിൽ അബൂബക്കറിനെയാണ് അമ്പലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറി അടുക്കളവാതിൽ കുത്തി തുറന്ന് റംലത്തിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ കടുത്ത ശ്വാസതടസ്സമുണ്ടായാണ് റംലത്ത് മരണമടയുന്നത്. ദീർഘനാളായി കടുത്ത ആസ്മ രോഗത്തിന് അടിമയായിരുന്നു റംലത്ത്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.